എനിക്ക് ഞാനൊരു സർപ്രൈസ് ചെയ്യുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്. ഹായ് ഗൈസ്. നമ്മളിന്ന് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നല്ലേ. എന്നോട് എൻ്റെ അപ്പൂസ് പറഞ്ഞ് കുറച്ച് സാധനം വേണം നമുക്ക്, അപ്പോൾ ഒന്ന് പുറത്തേക്ക് എൻ്റെ കൂടെ വരുമോ ചോദിച്ച്. അവൾക്ക് ഡ്രൈവിംഗ് അറിയാം, ലൈസൻസ് ഉണ്ട്, പക്ഷെ ചെറിയൊരു പേടി. കാറ് മാത്രം. സ്കൂട്ടിയെല്ലാം ബുള്ളറ്റിലെടുത്തിട്ട് പോകുന്ന കാണണം, ഭയങ്കരമായിട്ട് പോകും, കണ്ണാപ്പി റൈഡറിനെ പോലെ പോകും. പക്ഷെ കാറ് മാത്രം എടുക്കുമ്പോൾ ചെറിയൊരു പേടി. ഗിയർ വണ്ടി ഓട്ടോമാറ്റിക് ഓടിക്കും. ഓട്ടോമാറ്റിക് ഓടിക്കും, ഗിയർ വണ്ടി ഭയങ്കര പേടി, എന്ത് സംഭവം എന്നറിയില്ല. എന്തായാലും സാറില്ല, നമുക്കൊന്ന് പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മള് ജി മാർട്ട് എന്താണ് നമ്മളങ്ങനെ കിച്ച് മാർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ കാഞ്ഞങ്ങാട് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിട്ട്. ഉള്ളിൽ കയറ്റി വേഗം വാണിക്ക് കുറച്ച് സാധനം വാങ്ങിച്ചാൽ ചേട്ടാ. ഏണേ നല്ലോണം വാങ്ങിച്ചോക്കണ്ടാ ഇങ്ങനെ തിരക്കിട്ടിട്ട്. ടേബിളാ വേണ്ടിട്ടാ? എന്തിനാ ടേബിൾ ഉണ്ടല്ലോ വീട്ടില്? ഇല്ലപ്പാ. ഇല്ല. എന്ത് ടേബിൾ ഇത്? മനസ്സിലായിട്ടാ? പ്ലാസ്റ്റിക് ടേബിളാ? അതില്ല അമ്മോ, ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അടുക്കളയെല്ലാം യൂസ് ആക്കാൻ വേണ്ടി നല്ല അല്ലേ? അല്ലേ? ഇടി മുട്ടിയെങ്കിൽ നല്ലതുമല്ലോ. മറ്റേ എന്തേന് പാമ്പിന്റെ മുട്ടാലെ മുട്ടെന്ന് പറയുന്നുണ്ടായി. ശരി, വീട്ടിൽ നമ്മ പറയലുണ്ട്. സാധനം 650 ലാഭം അല്ലേ? നമ്മൾ ഓൺലൈൻ നോക്കിന്. ഓൺലൈൻ നോക്കുന്ന സമയത്ത് 1800 അല്ലേ? വിഷു ഓഫറില്ല? അതെയാ, ഭയങ്കര ഓഫറായിപ്പോ അല്ലേ? ഞാൻ ഇതിന്റെ ഇടയിൽ നോക്കി അവള് പറഞ്ഞിട്ട്, അപ്പൊ അതില് കണ്ടത് 1800 ഞാൻ കണ്ടത്. സാധനം എടുക്കുന്ന കുറച്ച് സാധനം എടുക്കുന്ന പറഞ്ഞല്ലേ? ഇത് മാത്രം എടുക്കുന്ന പറഞ്ഞല്ലേ? 4 സാധനം. 4 സാധനം, ഒരു സാധനം എടുക്കുന്നുണ്ട് വന്ന് എല്ലാ സാധനം എടുത്ത് വരല ഇപ്പൊ. നല്ല മഴയുണ്ട് കേട്ടോ കാഞ്ഞങ്ങാട്, നല്ല മഴ അല്ലേ? വിചാരിക്കാതെ പെയ്ത മഴയാന്ന്. നമ്മ പ്രതീക്ഷിച്ചിട്ടില്ല, മഴ വരുന്ന പ്രതീക്ഷിച്ചില്ല. നല്ല മഴ. നാളെ നല്ല ചൂടായിരിക്കും. നാളെ നല്ല ചൂടായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മള് ഇത്ര സാധനം വാങ്ങിച്ചല്ലേ, 4-5 സാധനം വാങ്ങിച്ചു. കണ്ടാ വേക്കിൽ കാണുന്നുണ്ടാ? ഇത്ര സാധനം വാങ്ങിച്ചിട്ട് പൈസ ഭയങ്കര കുറവട്ടോ. എന്നുവെച്ചാൽ 1000 ചില്ലറയായിട്ട് 1025 1025 അത്ര ആയിട്ടുള്ള പൈസ ഭയങ്കര കുറവാണ്. എന്ത് സംഭവം അറിയില്ല. നല്ല ഓഫറിൽ തന്നെ, വിഷുവിന്റെ ഓഫറാണ്. ഇന്ന് ലാസ്റ്റ് ആണ് നമുക്ക് കിട്ടിയ ചാൻസ് അല്ലേ? കറക്റ്റ് സമയത്ത് നമ്മ വന്നു. ഇന്ന് കുറച്ച് സാധനം കൂടി ഉണ്ട്, അവിടെ ഇല്ല. അത് വേറെ സ്ഥലത്ത് പോയിട്ട് വാങ്ങാൻ വിചാരിച്ചു. ഒരാളെ ഞാനത് കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലം നോക്ക്. ഒരാൾക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞ ഇവിടെ ഒന്നല്ല. പിന്നെ അവിടെ പറഞ്ഞേ ഇവിടെ ബ്യൂട്ടി പാർലർ ഉണ്ട്, നേരെ നോക്ക്, അതിന്റെ മുകളിലുണ്ട്. അതല്ല, അതിന്റെ മുകളില് കാണുന്നില്ലേ? ഇവിടത്തേക്ക് വന്നു ഞാന്. പിന്നെ അവിടെ പോണ്ടേ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ എന്നോട്. എനിക്ക് ഞാനൊരു സർപ്രൈസ് ചെയ്യുന്നുണ്ട്. അതേണ്ട, ഗിരിജ ജ്വല്ലറി. ആടെ പോവാ, അടുത്തേക്ക് പോ. ചായ കുടിക്കാൻ പോകാൻ കൊണ്ടുവന്ന. ഇല്ല, ഓളെ അറിഞ്ഞില്ല. ചായ കുടിക്കാൻ പോകാൻ കൊണ്ടുവന്ന. അങ്ങനെ ഒരാളെനിക്ക് വളയും ഒരു മോതിരെല്ലാം മേടിച്ചത് സർപ്രൈസ് ആയിട്ട്. സർപ്രൈസ് അല്ലാണ്ട് പറഞ്ഞ മേക്കപ്പ് എന്ത് ബ്യൂട്ടി പാർലറിലാ?
ബ്യൂട്ടി പാർലറിൽ പോണെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരാൾ എന്നെ കൊണ്ടുപോയതാ നേരെ ജ്വല്ലറി ഷോപ്പിലേക്ക്. സാധനം കിട്ടിട്ടാ 30-നല്ലോ. അന്ന് അക്ഷയ തൃതീയ ഓഫർ ഉണ്ട്. അന്ന് അവര് നല്ല എമൗണ്ട് കുറഞ്ഞിട്ടാ, ഒരു 3000 സംതിങ് 3000 കുറഞ്ഞു അല്ലേ? 3000 കുറഞ്ഞിന്. അപ്പൊ സ്വർണ്ണം എടുക്കുന്നവര് ഇതിക്ക് ഭയങ്കര സംഭവമാണ്. ഇപ്പൊ സ്വർണ്ണം നല്ല വിലയല്ലേ? 72 അല്ലേ പവന്? 72 ചില്ലറ ഉണ്ട്. നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ചിലപ്പോ 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും, അത് വേറെ കാര്യം. വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ഇടും. അപ്പൊ അക്ഷയ തൃതീയ എല്ലാം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? സന്തോഷായി. സന്തോഷാണല്ലോ, സന്തോഷാണല്ലോ. സന്തോഷിക്കണം. ഇതെല്ലാം പണയം വെക്കാനും വെക്കാൻ വേണ്ടിട്ടുള്ള തരണം. അതുകൊണ്ടാണ് അത് തരില്ല. എന്ത് തരില്ലാന്നാ? നല്ല കോമഡി. അടുത്ത സർപ്രൈസ് ഇനി അടുത്ത സർപ്രൈസ് എന്റെ കെട്ടിയോളക്ക് സർപ്രൈസ് തരും അല്ലാണ്? ഭാഗ്യം. ഇപ്പൊ സ്വർണ്ണൊന്നും വേണ്ട. സ്വർണ്ണം ഇഷ്ടല്ല. നാട്ടിൽ സ്വർണ്ണം സ്വർണ്ണം ഇഷ്ടാണ്. സ്വർണ്ണം ഇഷ്ടല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. കോമഡി തന്നെയാ. എന്നാലും പൊളിച്ച്. നമ്മ ഭക്ഷണം ചായ ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല. നല്ല ചായ കുടിക്കാം. മഴയെല്ലാം പെയ്ത് ഇപ്പൊ നിന്നിട്ടാ. മഴയെല്ലാം നല്ല മഴ പെയ്തിട്ടുണ്ട്. നല്ല മഴയൊന്നുമില്ല, ചെറിയ മഴ. അപ്പൊ നല്ല മഴ തന്നെ. കൊറേ കാലത്തിന് ശേഷം ഇതുപോലെ മഴ കിട്ടുന്ന ആദ്യമായിട്ടാണ്. അതുകൊണ്ട് നാളെ ചൂടായിരിക്കും, നല്ല ചൂടുണ്ടാവും. അപ്പൊ നമുക്ക് ചായ കുടിക്കാം. നല്ല ചായ കുടിക്കാം. നമ്മളെ കാഞ്ഞങ്ങാട് വന്ന സ്ഥലമാട്ടാ, നമ്മളെ റാപ്പിച്ചാന്റെ റാപ്പിച്ചാസ്. ഇവിടത്തേക്ക് ചായ കുടിക്കാണ്ടോന്നെ. നമുക്ക് ചായ ഇല്ല ഇട്ടാ, പാവന്നെ. പക്ഷെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ചായന്റെ ലോഗോലും വെച്ചിട്ടുണ്ട്, ഫോട്ടോല്ലോ. ചായ ഇല്ല. നല്ല അമ്മിലേക്ക് നല്ല ചെറുമുറും ഉണ്ട് കേട്ടോ. ആരും കഴിക്കണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നതാ. ഈ സ്ഥലമാണ് നമ്മള്. ഇതെന്ത് ചെമ്മന്നൂർ ജ്വല്ലറി ഉണ്ട് കാഞ്ഞങ്ങാട്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലാണേ? എന്തെന്ന് ഇങ്ങനെയാണെന്ന് പറയല്ലോ. അപ്പൊ ചെമ്മന്നൂർ ജ്വല്ലറിന്റെ ഓപ്പോസിറ്റ്. നല്ല മട്ടൻ സൂപ്പ് വെച്ചിട്ടില്ലേ, നല്ല ബുൾസൈലാക്കിട്ടുള്ള നല്ല ചെറുമോള്. അങ്ങനെ ഉണ്ടണ? സൂപ്പർ. സൂപ്പർ ഉണ്ട്. ആണ്ടാ? പക്ഷെ എനിക്ക് ഇത് കാണുമ്പോ തോന്നുന്നില്ല. ഏത്? ബുൾസൈയും മട്ടൻ സൂപ്പും. അത് കാണുമ്പോ എന്തോ ഇത് കാണുമ്പോ ഒരു അറപ്പുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇല്ലേ? കറുപ്പാന്നുള്ളത് കാണുമ്പോ, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അവമ്മിൽ കുറിച്ച് നോക്കി ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ പറയണേ? ഇല്ലെങ്കിൽ ഇല്ല പറഞ്ഞോട്ടെ, കളർ പറയാൻ പാടില്ല. ടേസ്റ്റ് ഉണ്ടാ? ഞാൻ കുടിച്ചോട്ടെ എന്നാല്. സത്യം പറഞ്ഞ നല്ലുണ്ട്. ഇത് ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിന്, അതുകൊണ്ട് എന്തായാലും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയും. ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം കഴിച്ചിന്, പക്ഷെ എനിക്ക് ഇതിന്റെ ഒരു സംഭവം ഇഷ്ടപ്പെട്ടില്ല. മട്ടൻ സൂപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വേറെ കാര്യം. ബാക്കിയുള്ള ടേസ്റ്റ്. അങ്ങനെ അതിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കസാല വാങ്ങിച്ചിട്ട് നേരെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് പച്ചക്കറി മേടിക്കാന്ന് വിചാരിച്ചിട്ടാ. നമ്മളെ സ്വന്തം ഷോപ്പാണ്. 18 ബിസ്ക്കറ്റാ? നല്ലതാണ്. എടുക്കുക എന്നാല്. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തോന്ന് ഷെയർ ചെയ്യാണ്ടൊന്നും വേണ്ട. അത് ഇഷ്ടമുള്ളവര് ഷെയർ ആക്കിയാൽ മതി, ഇഷ്ടമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പൊ ഇഷ്ടമുള്ളവര് സബ്സ്ക്രൈബ് ആക്കിയാൽ മതി കേട്ടോ. ഓള് പറഞ്ഞാൽ മതി. അപ്പൊ ടാറ്റാ ബൈ ബൈ.